നമസ്കാരം, പ്രൈറ്റ് വ്ലോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ അഗ്രികൾച്ചർ വിസയെ പറ്റിയാണ്. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്രായേൽ അഗ്രികൾച്ചർ വിസ. അതിനെപ്പറ്റി നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വെച്ചു. ഇസ്രായേൽ അഗ്രികൾച്ചർ വിസയിൽ ഇപ്പം വിസ സ്റ്റാമ്പ് ചെയ്യുന്നോ ഇല്ലയോ എന്നാണ് എല്ലാവർക്കും ഉള്ള ഡൗട്ട്. അത് ഫസ്റ്റ് തീർത്ത് കളയണം. വിസ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്, മലയാളീസിന് വിസ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. ജനുവരി 25 കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഇസ്രായേലിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. 25 കഴിഞ്ഞാണ് വിസ സ്റ്റാമ്പ് ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ ഫെബ്രുവരി 2 3-4 മലയാളീസ് എത്തിയിട്ടുണ്ട്. 12-18 പേര് അടുപ്പിച്ച് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല. പിന്നെ പ്രധാന ഒരു സന്തോഷമായ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി സമ്മർ സീസണാണ് ഇസ്രായേലിൽ വരുന്നത്. ജോലിക്കാരെ കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. എന്തായാലും ഫെബ്രുവരി മാർച്ചോടെ കൂടുതൽ വിസ അടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം എംബസി വിളിച്ച് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് കൂടുതൽ പേർക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും എന്നാണ് അറിഞ്ഞത്. പിന്നെ ഉള്ള വിഷയം, നിങ്ങൾക്ക് എംബസിയിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബാംഗ്ലൂർ, മുംബൈ, ഡൽഹിയാണ് ഈ എംബസി ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും പറഞ്ഞു തരും. പിന്നെ മലയാളീസിന് വിസ സ്റ്റാമ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറും ചുമ്മാ പറയുന്നതാണ്. വിസ സ്റ്റാമ്പ് ചെയ്യുന്നില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ്. വിസയൊക്കെ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വിസ അടിച്ചു വരുന്നുണ്ട്. പിന്നെ ഡിലേ ആണ്, അത് സത്യമാണ്. ഡിലേ എന്ന് പറയുന്നത് ഫയലുകൾ വന്ന് മറിയാണ്. കാരണം 50 വേക്കൻസി ഉള്ളിടത്ത് 1500 ഫയല് 2000 ഫയലൊക്കെയാണ് വന്ന് വരുന്നത്. അപ്പൊ പിന്നെ ഒരു ഏജൻസിയിൽ തന്നെ 50 വേക്കൻസി ഉള്ളിടത്ത് 1000 ഫയല് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അവര് അടുത്ത വേക്കൻസി വരും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അടുത്ത പെട്ടെന്ന് വിസ അടിക്കും, അല്ലെങ്കിൽ ഇനി കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് വിസ അടിക്കും, ഒരു മാസം കൂടെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക വിസ അടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് വാങ്ങിച്ചോണ്ട് പോകുക എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വിസ അടിക്കാതിരിക്കുകയൊന്നുമില്ല, വിസ അടിക്കും. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിസ കിട്ടും എന്നാണ് ഞാൻ അറിഞ്ഞത്. എല്ലാവർക്കും കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. റിജക്ഷൻ വരുന്നുണ്ട്, റിജക്ഷൻ ചാൻസ് ഉണ്ട്. PCCയിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ റിജക്ഷൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഇതെല്ലാം നമ്മൾ എംബസി വിളിച്ചാണ് അറിഞ്ഞത്. പിന്നെ അതുപോലെ ഇസ്രായേലിലുള്ള ടീമുകളോടൊക്കെ സംസാരിച്ചപ്പോഴും അവർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് പ്രധാനം അഗ്രികൾച്ചർ വിസയിൽ പോയ ഒരു 3-4 ഫ്രണ്ട്സ് എനിക്ക് പരിചയത്തിലുണ്ട്. അവരും പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇസ്രായേൽ അഗ്രികൾച്ചർ വിസ ചെന്ന ആൾക്കാർക്ക്, ഇപ്പൊ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലെന്നല്ല, അവരുടേതായ ബുദ്ധിമുട്ട് കാണും. എന്നാലും അവർക്ക് റൂമിന്റെ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. നല്ല റൂമാണ് കിട്ടിയേക്കുന്നത്. ഒരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. നല്ല റൂമാണ് കിട്ടിയേക്കുന്നത്. പിന്നെ അതുപോലെ ജോലി അത്യാവശ്യം നല്ല ജോലിയുണ്ട്. 8 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്. പറഞ്ഞ സാലറി കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. പറഞ്ഞ സാലറി ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 20 ദിവസമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ചിലപ്പോൾ 22 ദിവസമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിനുള്ള സാലറി അവർക്ക് കറക്റ്റ് അത്യാവശ്യം നല്ല സാലറി തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നല്ല സാലറി കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം എമൗണ്ട് സഹിതം എന്നോട് പറഞ്ഞു. അപ്പം പ്രധാന വിഷയം, ഇപ്പൊ ഈ ഇടയ്ക്ക് മഴയായിരുന്നു, ഒരാഴ്ച അവർക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ജോലി. അപ്പൊ അങ്ങനെയുള്ള വരുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട്, ഒരാഴ്ചയൊക്കെ റെസ്റ്റ് എടുക്കാൻ. പിന്നെ സാറ്റർഡേ ഓഫാണ്. പിന്നെ ഉച്ചയ്ക്ക് 1/2 മണിക്കൂറേ ഉള്ളൂ നമുക്ക് ഫുഡ്. നമ്മുടെ നാട്ടിലെ പോലെ 1 മണിക്കൂറൊന്നും ഇല്ല, റെസ്റ്റിംഗ് ടൈം ഒന്നും ഇല്ല. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഡ്യൂട്ടി തന്നെ ചെയ്യേണ്ട ഒരു ഫുൾ ഡ്യൂട്ടിയാണ്. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ തന്നെ നല്ല ജോലിയുണ്ട്. നല്ല ജോലി എന്ന് പറയുമ്പോൾ യൂറോപ്പ് കൺട്രീസ് ഒക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം എല്ലാവരും ഗൾഫ് കൺട്രീസ് ഒക്കെ വിട്ട് യൂറോപ്പിലോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ യൂറോപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, അല്ല യൂറോപ്പിലോട്ട് പോകാൻ നിൽക്കുന്നവർക്കും അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറും ജോലി ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സാലറി കിട്ടുന്നുണ്ട്. പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്നത് സമ്പന്ന രാജ്യമായതിനാൽ പിന്നെ അത്യാവശ്യം നല്ല സാലറി കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞത്, സമ്മർ സീസൺ ആണ്. അവരുടെ ഓണർ പറഞ്ഞു ഇന്നപോലെ ഇനി സമ്മർ സീസണിൽ നല്ല ജോലി വരും, നല്ല ആൾക്കാരുടെ ആവശ്യം വരും എന്നൊക്കെ അവർ ഓണർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവർ തന്നെ റിക്രൂട്ട് ചെയ്യും. അപ്പം ആരും വിഷമിക്കണ്ട, എല്ലാവർക്കും വിസ കിട്ടട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. വിസ എന്തായാലും കിട്ടും. കാരണം ഈ ഇസ്രായേലിലെ ആൾക്കാർ ഇത്രയും കൂടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സാലറിയാണ് അവർ പറയുന്നത്. അപ്പം ഇത്രയും നല്ല സാലറി പറയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ, ഇത്രയും സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിച്ചാണ് എല്ലാവരും ഇതിൽ കൊടുക്കുന്നത്. പിന്നെ പ്രധാന ഒരു പോരായ്മ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ക്വാളിഫിക്കേഷൻ വെക്കണമായിരുന്നു. ഒരു ക്വാളിഫിക്കേഷൻ വെക്കാതെ ഈ ബിടെക് കഴിഞ്ഞവരും നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ് ആദ്യം കയറിപ്പോയത്. അതാണ് ഈ ക്വാളിഫിക്കേഷൻ കുറഞ്ഞവർക്ക് പറ്റിയത്. നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പറ്റിപ്പോയ പ്രധാന കാരണം ഈ ക്വാളിഫിക്കേഷൻ കുറഞ്ഞവര് അവിടെ നിന്നുപോയി.
പിന്നെ ക്യാഷ് കൂടുതൽ കൊടുത്തവരും ആദ്യമേ കയറിപ്പോയി. നമ്മളെ പോലെ സാധാരണപ്പെട്ട ആൾക്കാർ എമൗണ്ട് കൂടുതൽ എടുത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ ഒരു 6 lakhs അല്ലെങ്കിൽ 6 lakhs അബോ പറയുമ്പോൾ അത്രയും എമൗണ്ട് ഉണ്ടല്ലോ, ഇത്രയും നമ്മുടെ ഈ ഒപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി. പിന്നെ എമൗണ്ട് കുറഞ്ഞ ഏജൻസി പറയുമ്പോൾ അന്ന് അവിടെ കൊടുക്കാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈ വിസ സ്റ്റാമ്പിങ് ഡിലേ ആയത് കാരണം നമുക്ക് കുറെ പേർക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറെ പേര് എമൗണ്ട് കുറഞ്ഞ് കൊടുത്ത ആൾക്കാരും പോയിട്ടുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ പോയിട്ടുണ്ട്, അവർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയാണെന്ന് പറയുന്നത്. അപ്പോൾ അവരും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ക്വാളിഫിക്കേഷൻ കൂടിയ ആൾക്കാരൊക്കെ ആദ്യമേ കയറി പോയി. അപ്പൊ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട അവസ്ഥ വന്നു. എന്തായാലും വിസ സ്റ്റാമ്പ് ചെയ്ത് തരും എന്നാണ് എംബസിയിൽ നിന്നും പറഞ്ഞത്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സും അവിടെ ഉള്ള ഫ്രണ്ട്സും അതുപോലെ അവിടെ ഏജൻസിയായിട്ട് വർക്ക് ചെയ്യുന്ന ടീമും എല്ലാവരും പറയുന്നത്, കുറെ ഞാൻ ഇങ്ങനെ തിരക്കുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അപ്പൊ എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. അപ്പം ജോലിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ സാലറിയുടെ കാര്യം പറഞ്ഞു, വിസ സ്റ്റാമ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇതെല്ലാം ഓക്കെയാണ്. പിന്നെ പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി. ഇപ്പം പല ഏജൻസികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അഗ്രികൾച്ചർ ഫീൽഡ്, ട്രക്ക് ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഫസ്റ്റ് പോയിന്റ് അഡ്വാൻസ് പേയ്മെന്റ്. അപ്പം നമ്മൾ ഈ വിളിച്ച ആൾക്കാർക്ക്, ആദ്യം വിളിച്ച ഏജൻസികൾ ഒന്നും അഡ്വാൻസ് പേയ്മെന്റ് പറയുന്നില്ല. അവർ പറയുന്നത് നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ മാത്രം ടിക്കറ്റ് ചാർജ് ചെയ്ത് അവർ എടുത്തു തരാമെന്നാണ് പറയുന്നത്. എന്നിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏജൻസി ഉള്ളപ്പം ദയവ് ചെയ്ത് നിങ്ങൾ അഡ്വാൻസ് കൊടുക്കുന്ന ഏജൻസിയിൽ പോയി കൊടുക്കരുത്. അഡ്വാൻസ് അപ്പൊ നിങ്ങൾ വിചാരിക്കും അഡ്വാൻസ് കൊടുത്താൽ പെട്ടെന്ന് ചെയ്ത് തരും എന്നതായിരിക്കും. അവരും പറയുന്ന 1 മാസം 2 മാസം ഒക്കെ പ്രോസസിങ് ടൈം പറയുന്നത്. ഈ 2 മാസം പ്രോസസിങ് ടൈം പറഞ്ഞിട്ട് 50,000 രൂപ നിങ്ങൾ കൊടുത്തെന്ന് വെച്ചോ അഡ്വാൻസ്. 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവര് 2 മാസം പ്രോസസിങ് ടൈം പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് റെഡി ആയില്ല. അപ്പൊ നിങ്ങൾ പറയാം എന്റെ പൈസ തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഫസ്റ്റ് കാര്യം ഇതേ ഉള്ളൂ, ഞങ്ങൾ സബ്മിഷൻ ചെയ്തു, ഞങ്ങൾക്ക് അതിന്റെ പ്രോസസിങ് ചാർജ് ഞങ്ങൾ എടുത്തിട്ട് തരത്തുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ പ്രോസസിങ് ചാർജ് എടുത്തിട്ട് തരൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും 40,000 രൂപയിൽ കിട്ടുമല്ലോ, ഉള്ളതെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞ് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഉള്ളതെങ്കിൽ കിട്ടും എന്ന് പറയുമ്പോൾ 10,000 രൂപ അവർക്ക് വെറുതെ ഇരുന്ന് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അഡ്വാൻസ് ഇല്ലാത്ത ഏജൻസി കൊടുക്കുക. ഒരു പൈസ ചെലവില്ലല്ലോ. നമ്മൾ PCC എടുക്കേണ്ട പൈസ ചെലവ്, അതുപോലെ മെഡിക്കൽ ഈ 7,500 10,000 രൂപയൊന്നും മെഡിക്കലിനില്ല. ഏകദേശം 5,000 രൂപ റേഞ്ച് മെഡിക്കലിനുള്ളൂ. അപ്പം അതും തിരക്കിയിട്ട് കൊടുക്കുക. അതൊക്കെ ഈ 7,500 ഒക്കെ പറയുന്നത് നല്ല ഭീമമായ എമൗണ്ട് ആണ്. 5,000 രൂപയൊക്കെ ഉള്ളൂ മെഡിക്കലിന് മാക്സിമം പോയാൽ. അപ്പം അതും നിങ്ങൾ തിരക്കിയിട്ട് കൊടുക്കുക. ഇത് രണ്ടിനാണ് പൈസ ചെലവ്. 5,000 രൂപ പിന്നെ ഒരു 500 രൂപ PCC നമ്മൾ എടുക്കുവാണെങ്കിൽ 500 രൂപ ആവത്തുള്ളൂ, നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ. അപ്പൊ ഇത് രണ്ടും ആവുന്നുള്ളൂ. പിന്നെ 36 പേജ് നമ്മുടെ പാസ്പോർട്ടിന് 36 പേജ് സ്കാൻഡ്, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത് ഇത്രയാണ് അവർക്ക് അയച്ചു കൊടുക്കേണ്ടത്. അപ്പം വേറെ ഒന്നും നമുക്ക് പൈസ ചെലവുള്ള കേസല്ല. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. അപ്ലൈ ചെയ്തിട്ടിട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്ന സമയത്തൊന്നും ഡിലേ വരും. ഡിലേ എന്തായാലും വരാതിരിക്കത്തില്ല. ഡിലേ എന്തായാലും വരും. എന്തായാലും വിസ സ്റ്റാമ്പ് ചെയ്ത് വരും എന്നാണ് അറിഞ്ഞത്. അപ്പൊ എല്ലാവർക്കും വിസ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഫുൾ അറിഞ്ഞിട്ടാണ്. ഇപ്പം ആൾക്കാരിലേക്ക് ഇവര് ഇതൊക്കെ എങ്ങനെ അറിയാം എന്ന് വിചാരിക്കും. ഞാൻ ഇപ്പം ഒരു ജോലി കുറെ അബദ്ധങ്ങൾ പറ്റിയ ആൾക്കാർക്ക് കുറെ തിരക്കിയിട്ട് പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പൊ പല ആൾക്കാരായിട്ട് തിരക്കി പല ഇപ്പം എംബസി വരെ കോണ്ടാക്ട് ചെയ്തു. അപ്പം അങ്ങനെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ചിലവർ ഇതൊന്നും കോണ്ടാക്ട് ചെയ്യാതെ ബാക്കിയുള്ളവർ പറയുന്നത് വിശ്വസിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ അന്വേഷിച്ചാലേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. അപ്പം ഇത്രയും സത്യാവസ്ഥ അറിഞ്ഞിട്ടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം.